ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു പെയിൻറ്റിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർക്ക് വേണ്ടി ഇത് മെയിനായിട്ട് പെയിൻറ്റിങ്, ഡ്രോയിങ് അങ്ങനെയുള്ള വീഡിയോസ് ഇടുന്ന ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റിങ് ഇഷ്ടമാണ്, വരയ്ക്കാൻ ഇഷ്ടമാണ്, അതുപോലെ അത് കാണാൻ ഇഷ്ടമാണ്, അങ്ങനെയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി മുന്നേ ആദ്യമേ തന്നെ പറയാം, ഞാനൊരു ബിഗിനറാണ്. അങ്ങനെ വരച്ച എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷേ വരയ്ക്കാൻ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോസിൽ ഒരുപാട് മിസ്റ്റേക്സ് കാണും. യൂസ് ചെയ്യുന്ന ബ്രഷസ് ആണെങ്കിലും ചെയ്യുന്ന സ്ട്രോക്സ്, ചിലപ്പം ബ്രഷ് അങ്ങനെ ആയിരിക്കില്ല, അത് ആ പർട്ടിക്കുലർ ഒരു ഇമേജ് വരയ്ക്കേണ്ടത്, അതൊക്കെ മിസ്റ്റേക്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്സ് കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നും നമ്മളൊരു സീനറി ഇമേജുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് ആദ്യമായിട്ട് അതിനൊരു ബേസ് സെറ്റ് ചെയ്യണം, ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനൊരു നമ്മൾ ചുവന്ന ആകാശം എന്നൊക്കെ പറയില്ലേ, ചെമ്മാനം എന്നൊക്കെ, ആ ഒരു ടോണാണ്. അത്രയും ഒരു റെഡ് കളറല്ല എങ്കിൽ കൂടി ഒരു പിങ്കിഷ് ടോണിലുള്ള ഒരു ആകാശം, അതിൻ്റെ താഴെ ഒരു കുറച്ച് അത് ലൈറ്ററായി വന്ന് ഒരു യെല്ലോയിഷ് ഷെയ്ഡിലേക്ക് വരുന്ന രീതിയിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ കളേഴ്സൊന്നും ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല, ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന കളേഴ്സാണ്. ഞാൻ ആക്ച്വലി ആ പിങ്കിഷ് ടോൺ കൊണ്ടുവന്നത് ഒരു റോസും വൈറ്റും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അതുപോലെ ആ താഴത്തെ യെല്ലോ ഷെയ്ഡാണെങ്കിൽ അത് പ്യുവർ യെല്ലോ അല്ലല്ലോ, അതിനകത്ത് ചെറിയൊരു ഒരു ഒരു പിങ്ക് ടോണുണ്ട്. അപ്പം അത് അങ്ങനെ കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് ഈ കളേഴ്സ് എല്ലാം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഏറ്റവും എൻഡ് വശത്തായിട്ട് കുറച്ച് വൈറ്റ് കയറ്റി കൊടുക്കും. ബിക്കോസ് നമ്മളെപ്പോഴും ക്ലൗഡ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു എഡ്ജ് ഭാഗമല്ല നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക, ബാക്കിയുള്ള ഭാഗം കുറച്ച് ഡള്ളായിരിക്കുമല്ലോ. അപ്പോൾ അതിന് മാത്രം ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ട് ഒന്ന് കൊടുക്കുകയാണേ. ഇപ്പം ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഒരുമിച്ച് പഠിക്കാം കേട്ടോ. ഞാനും പഠിച്ചു വരികയാണല്ലോ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ച് വരാം. ഓക്കെ, പക്ഷേ ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ ഭയങ്കര നമുക്ക് തന്നെ ഒരു കൊള്ളാലോ എന്ന് തോന്നും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് മൗണ്ടൻസ് ആണ്. മൗണ്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഹിമാലയം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ഇമേജ് ഉണ്ടല്ലോ, ഒരു മഞ്ഞ് മൂടിയ അങ്ങനൊരു ഇമേജ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു മോഡൽ ഓഫ് മൗണ്ടനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങ് ദൂരത്തായിട്ട് കാണുന്ന 2 മൗണ്ടൻസ്. ഓക്കെ, പല ലെയറിൽ ഇങ്ങനെ നിൽക്കില്ലേ, അതുപോലത്തെ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കൊടുക്കാം. ഈ കളറും ഞാൻ മിക്സ് ചെയ്തെടുത്തതാണ്. ഇത് ശരിക്കും ഒരു വൈറ്റും ഇച്ചിരി ബ്ലൂ, കുറച്ച് ബ്ലാക്ക് ഒരു പൊടിക്ക് മതി, അങ്ങനെ ഒരു ബ്ലൂയിഷ് ഗ്രേ ഷെയ്ഡാണല്ലോ. അപ്പോൾ ആ ഒരു ഷെയ്ഡ് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഇത് വരയ്ക്കുന്നത്. കളർ മിക്സ് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് ആ ഏരിയ ഭയങ്കര മെസ്സാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഊഹത്തിന് ഇത് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു മിക്സ് ചെയ്യുന്ന ഏരിയ നല്ല മെസ്സാണ്, അതുകൊണ്ടാട്ടോ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. ഇനി അത് കാണണമെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാതെ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ താഴെയായിട്ട് കുറച്ച് പുല്ല് ഉള്ള ഏരിയ, ഗ്രാസ് നിൽക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അങ്ങനെ ഒരു വഴി, അതായത് ഒരു മൺവഴി, അതിൻ്റെ 2 വശത്തുമായിട്ടും നിറച്ച് പുല്ല് നിൽക്കുന്നു, അങ്ങനെ ഒരു ഇമേജാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പുല്ല് വരയ്ക്കാൻ വേണ്ടിയിട്ടൊരു ബേസാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ശരിക്കും ഒരു ഡാർക്ക് ഗ്രീൻ ആയിരുന്നു. എൻ്റെ ബ്രഷ് ശ്രദ്ധിച്ചാൽ അറിയാം, അത് ആക്ച്വലി ഒരു ഡാർക്ക് ഗ്രീനാണ് ഞാൻ മിക്സ് ചെയ്തെടുത്ത് വരച്ചത്. പക്ഷേ എന്തോ ക്യാമറയിൽ വന്നപ്പോൾ അത് ഭയങ്കര ഒരു ബ്ലാക്കിഷ് ഷെയ്ഡിലേക്ക് പോയി. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒരു ലൈറ്ററായിട്ടുള്ള ഒരു ഗ്രീൻ എടുത്ത് അതിനെ പുറത്തും കൂടെ ഒരു ലെയറായിട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു ഡാർക്ക് ഗ്രീൻ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ആ ഒരു ബേസ് സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറത്തിനെ നമ്മൾ ഗ്രാസ് പോലെ വരച്ചെടുക്കണം. ഓക്കെ, ഇത് ജസ്റ്റ് ആ ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ നടുവശത്തുള്ള ഭാഗമാണ്
നമ്മൾ വഴിക്കായിട്ട് ഇട്ടിരിക്കുന്ന ഭാഗം. ശരിക്കും വേണമെങ്കിൽ ഇത് ഫുള്ള് മൊത്തം കവർ ചെയ്ത് വരച്ചിട്ട് നമുക്ക് വേണ്ട ഭാഗത്ത് മാത്രം ആ ഒരു വഴിയുടെ ഭാഗമായിട്ട് അതിൽ മാത്രം നമുക്ക് വേറെ ആയിട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ വരച്ച ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഞാൻ വരച്ചിട്ടുള്ളതിൽ നിന്ന് എനിക്ക് അങ്ങനെ ലെയർ ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കളറ് കിട്ടുന്നില്ല. പലപ്പോഴായിട്ട് എനിക്കത് തെറ്റിപ്പോയിട്ടുണ്ട് അങ്ങനെ ലെയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് എംപ്റ്റി ആയിട്ട് വിടാം, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഒറിജിനൽ കളർ അവിടെ കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കൊടുത്തു. അപ്പോൾ ഇനിയാണ് നമ്മൾ ഗ്രാസായിട്ട് കൊടുക്കുന്നത്. ഒരു പുല്ലിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഫ്ലാറ്റ് ബ്രഷിനെ ഞാൻ ചെരിച്ച് പിടിച്ചിരിക്കുകയാണ്. ഫ്ലാറ്റ് ബ്രഷിനെ ചെരിച്ച് പിടിച്ചിട്ട് പതിയെ ഇങ്ങനെ സ്ട്രോക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ വരയായിട്ട്. അപ്പോൾ ആദ്യത്തെ ആ ഭാഗം കണ്ടറിയാതെ അത്രയ്ക്കൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല. ഞാനും അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചങ്ങ് മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു നാക്ക് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ താഴെ വന്ന് വീണ്ടും പണിതത്. ഓക്കെ, അപ്പോൾ അത് ഞാനിങ്ങനെ സ്ട്രോക്സ് വരച്ച് പോവാണ്. ഫുൾ ഏരിയ നമ്മൾ ആ ഗ്രീൻ സെറ്റ് ചെയ്ത ഫുൾ ഏരിയ അങ്ങനെ വരയ്ക്കണം. അങ്ങനെ ഞാൻ വരച്ച് ഇപ്പുറത്ത് വന്നു. അത് കുറേ സമയം എടുത്തു കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തത്. കാരണം ഇങ്ങനെ കുഞ്ഞു സ്ട്രോക്സായിട്ട് കൊടുക്കുകയല്ലേ, അപ്പോൾ അത്യാവശ്യം സമയം എടുത്തു. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റിയതാണ്. അങ്ങനെ നമ്മൾ ഫുള്ള് സ്ട്രോക്സ് കൊടുക്കുന്നു. നമുക്ക് ഈ വഴി കൊടുക്കണം. നമ്മളൊരു വഴിയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മണ്ണിൻ്റെ കളറുണ്ടല്ലോ, ഈ കളറ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ കുറേ സമയമെടുത്തു. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ സാധാരണ ഞാൻ ബ്ലാക്കും അതിൽ കുറച്ച് റെഡും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു ബ്രൗണിഷ് ഷെയ്ഡ് കിട്ടും. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ബ്രൗൺ ഷെയ്ഡിൽ കുറച്ച് വൈറ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കളർ കിട്ടും എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ എന്താണോ ആ റെഡ് കൂടിപ്പോയതാണോ എന്താണെന്നറിയില്ല, ഞാൻ വൈറ്റും കൂടെ മിക്സ് ചെയ്ത് വന്നപ്പം അത് ആക്ച്വലി ഒരു വയലറ്റ് ഷെയ്ഡിലേക്ക് അത് മാറിപ്പോയി. അതുകൊണ്ട് പിന്നെ അത് മുഴുവൻ കളഞ്ഞിട്ട് ആദ്യം മുതൽ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്തത് ഈ ഇച്ചിരി ബ്ലാക്കും റെഡും പിന്നെ യെല്ലോ ആഡ് ചെയ്തു. വൈറ്റിന് പകരം യെല്ലോ. അത് യെല്ലോ നല്ല അത്യാവശ്യം നന്നായിട്ട് ചെയ്യേണ്ടി വന്നു ഈ ഒരു ഷെയ്ഡിലേക്ക് വരാൻ വേണ്ടി. അങ്ങനെ ആണ് ഈ ഒരു മഡി ഷെയ്ഡ് എടുത്തത്. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ആ ഒരു ജസ്റ്റ് ആ വഴിയുടെ ഒരു റഫ്നെസ്സും ആ ഒരു ഉണ്ടല്ലോ, അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് ഒന്ന് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ആയില്ല. എന്നാലും കുഴപ്പമില്ല. ആ പ്ലെയിനായിട്ടിരിക്കുന്നതിലും കുഴപ്പമില്ലല്ലോ, പ്ലെയിനായിട്ടിരിക്കുന്നതിലും നല്ലതാണെന്ന് തോന്നി. അങ്ങനെ ഒരു ഇത് കൊടുത്തു കേട്ടോ, അതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ഒരു ഡാർക്ക് ബ്രൗണിഷ് ഷെയ്ഡ് ഇത് ചെയ്ത് കൊടുത്തു, ഒരു റഫ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ ഏറ്റവും ഒരു ഫിനിഷ് ഇരിക്കുന്നത് അതിൻ്റെ ബ്ലെൻഡിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. ആ ബ്ലെൻഡ് ചെയ്യുന്നതിലാണ് ആ വിഷൻ അല്ലെങ്കിൽ ആ വിഷ്വൽ വരുന്നത്. അപ്പോൾ അത് ആദ്യമൊക്കെ ഇച്ചിരി പാടായിരിക്കും, പക്ഷെ എനിക്കിപ്പോഴും കറക്റ്റ് ബ്ലെൻഡിങ് ഒന്നും വേണ്ടിയില്ല. ഇപ്പം മുകളിലത്തെ ആ സ്കൈ നോക്കിയാലും അറിയാം ഹാഷ് ലൈൻസ് ഉണ്ട്. ഞാനത് കുറേ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് എനിക്ക് ഹാഷ് ലൈൻസ് പോകുന്നില്ല. പതിയെ ശരിയാക്കി എടുക്കാവേ. ഓക്കെ, ഇനി നമുക്ക് മൗണ്ടനിലേക്ക് വരാം. മൗണ്ടന് കുറച്ചുകൂടെ പണി ബാക്കിയുണ്ടായിരുന്നു. നമുക്കൊരു മൗണ്ടനിലെ ലൈഫ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ആ ഒരു സ്ട്രോക്ക് വരച്ചപ്പോൾ തന്നെ നോക്കി, ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് എഫക്റ്റ് മാറിയില്ലേ. അതായത് ഇത്രയും നേരം അതിനെന്തി ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ ഒരു കോണായിട്ട് കിടക്കുമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ഒറ്റ സ്ട്രോക്ക് വൈറ്റിൽ കൊടുത്തപ്പോൾ നോക്കി ആ ഒരു മൗണ്ടൻ എഫക്റ്റ് ശരിക്കും വന്നു അല്ലേ. അതെനിക്ക് ഭയങ്കര, പ്രത്യേകിച്ച് ഈ ഒരു പെയിൻറ്റിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം അതായിരുന്നു. ഞാൻ ശരിയാകുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ എൻ്റെ രൂപത്തിൽ ഞാൻ കൊടുത്തത് ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ അത് ശരിയായി. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചൊരു സാധനം റീക്രിയേറ്റ് ചെയ്ത് പേജിൽ വരുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രസം. ഓക്കെ, പിന്നെ ജസ്റ്റ് ആ ഒരു ചെറിയ ആ ഒരു മലയ്ക്കും ഞാനൊരു വൈറ്റിഷ് കൊടുത്തു. കാരണം ശരിക്കും ഫ്ലാറ്റ് ബ്രഷ് ആയിരുന്നു ഞാൻ മറ്റേതിനൊക്കെ യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ ഫ്ലാറ്റ് ബ്രഷ് ഇച്ചിരി വലുതാണ്. അതുകൊണ്ട് ഞാനൊരു പോയിൻറ്റിങ് ബ്രഷ് എടുത്തിട്ട് വൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മൗണ്ടൻ്റേത് ഏകദേശം തീർന്നിന്. നമുക്ക് ജസ്റ്റ് ഒരു ഫിനിഷിങ് കൊടുത്താൽ മതി. അതായത് മറ്റേ ഭാഗം അപ്പുറത്തെ വശത്ത്
ഒന്ന് ജസ്റ്റ് ഒരു ഷെയ്ഡ് പോലെ കൊടുത്ത് ഒരു ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ കാണുമല്ലോ മൗണ്ടൻസിന്, അപ്പോൾ അതൊന്ന് വരുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഷെയ്ഡ് ചുമ്മാ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ മൗണ്ടൻ കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ബുഷസ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ വെറുതെ ജസ്റ്റ് ഒരു 2 കോർണറിലും നടുക്ക് കുറച്ച് ചെറിയ ചെറിയ ബുഷുണ്ടല്ലോ, ഇങ്ങനെ എന്താ പറയുക, കുറ്റിക്കാടെന്ന് പറയില്ലേ, ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേട്ടോ, അതങ്ങ് കൊടുത്തതാണ്. നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ. ഞാൻ പല ഐഡിയ എൻ്റെ മനസ്സിൽ വന്നു, കുറച്ച് മരങ്ങൾ വരച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ സത്യം പറയില്ല, എൻ്റെ മരം അത്ര വൃത്തിയില്ല. ഞാൻ പ്രത്യേകിച്ച് ചെറിയ മരമൊക്കെ വരച്ച് എനിക്കൊരിക്കലും അത് ശരിയായിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഞാൻ മരം വരയ്ക്കാതിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ കുഞ്ഞു മരം ഇങ്ങനെ വരച്ചിരുന്ന് നല്ല ഭംഗിയായിരുന്നേനെ. പക്ഷേ എന്തോ എനിക്കത് ട്രൈ ചെയ്യാനൊരു ധൈര്യം ഇല്ലായിരുന്നു അപ്പോൾ, കാരണം പലതവണ ഫ്ലോപ്പായി പോയതുകൊണ്ട്. ഇത്രയും വരച്ചിട്ട് അതിൽ മരം കുളമായ പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് പോയില്ല. തൽക്കാലം ബുഷ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ വരച്ചതാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ആ ഗ്രാസ് ഉണ്ടല്ലോ, ആ ഗ്രാസിൻ്റെ പുറത്ത് കുറച്ച് യെല്ലോയിഷ് ടോൺ അതിൻ്റെ ടോപ്പ് ഭാഗത്ത് മാത്രം കൊടുത്തു. എന്ന് വെച്ചാൽ വെയിലടിക്കുമ്പോൾ നമ്മൾ കാണില്ലേ, ഈ പുല്ലിൻ്റെ പുറത്തേക്ക് വെയിലടിക്കുമ്പോൾ കുറച്ചിങ്ങനെ ഒരു യെല്ലോയിഷ് ആയിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ബ്രൈറ്റായിട്ട് നിൽക്കില്ലേ, അപ്പം അങ്ങനെ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മേൾഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് യെല്ലോ ആയിട്ട് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണേ. എൻ്റേത് അത്രയ്ക്ക് സ്പ്രെഡ് ആയിട്ടില്ല, എന്ന് വെച്ചാൽ നല്ലൊരു സ്മൂത്ത് സ്പ്രെഡിങ് വന്നിട്ടില്ല. ഇങ്ങനെ മേളിങ്ങനെ കൊണ്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ലേ. ശരിക്കും പറഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് വരികയാണെങ്കിൽ നല്ല രസമായിട്ട് കാണാൻ പറ്റും. ആ ഒരു എഫക്റ്റ്, ആ ഒരു വെയിലടിക്കുന്ന എഫക്റ്റ് ശരിക്കും ഫീൽ ചെയ്യും. പക്ഷേ ഇപ്പോൾ അതിൽ ഇങ്ങനെ വലുതായിട്ട് വന്നിട്ടില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. തുടക്കമായതുകൊണ്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. പക്ഷെ ഉറപ്പായിട്ട് ഞാനത് ശരിയാക്കി, ഉറപ്പായിട്ട് ഞാനത് ട്രൈ ചെയ്യും, ശരിയാക്കാനും ട്രൈ ചെയ്യും. ഓക്കെ, ഇതിൽ ബെറ്ററായിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ. പിന്നെ ആ ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് തന്നെ ഞാൻ ബാക്കി ബുഷും കൂടെ വരച്ചു. കാരണം ഓൾറെഡി അതിൽ ഗ്രീൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ ബ്രഷ് എടുക്കാൻ പോയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വരച്ചു. ഇനി നമുക്ക് ലാസ്റ്റായിട്ടൊരു മരം വരയ്ക്കണം സൈഡിലായിട്ട്. ഓക്കെ, അപ്പോൾ ഈ മരത്തിന് ശരിക്കും ബ്ലാക്കാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്യാം, ബ്ലാക്കും ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ബ്ലാക്കും ബ്രൗണും കൂടെ മിക്സ് ചെയ്താൽ തന്നെ നല്ല എഫക്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ എന്തോ ബ്ലാക്കാണ് അന്നേരം എടുത്തത്, കാരണം നേരത്തെ മിക്സ് ചെയ്ത് ബ്രൗണൊക്കെ തീർന്നു. പിന്നെ ബ്രാഞ്ചസ് വരയ്ക്കുക. ജസ്റ്റ് 2 ബ്രാഞ്ച് ഞാൻ വരയ്ക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഈ മരം വരയ്ക്കുമ്പോൾ ബ്രാഞ്ചസ് ഇങ്ങനെ ഒറ്റ സ്ട്രോക്കിൽ വരച്ച് പോകുന്നത്. ഞാൻ കുറേ ട്രൈ ചെയ്ത് അങ്ങനെ വരയ്ക്കാം, പക്ഷേ എനിക്ക് ഒറ്റ സ്ട്രോക്കിൽ അത് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഈ ബ്രാഞ്ചസിന് ശരിക്കും പറഞ്ഞാൽ എഡ്ജിൽ ഭയങ്കര തിന്നും, ഈ താഴത്തേക്ക് വരുംതോറും അത് ഇങ്ങനെ ഇച്ചിരി വണ്ണത്തിലും വരണമല്ലോ, ആ ഒരു എഫക്റ്റ് എനിക്ക് കിട്ടുന്നേയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് വരയ്ക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ബ്രാഞ്ചസ് ആ ഒരു മെയിൻ ഏരിയയിൽ ഫ്ലവേഴ്സായിട്ട് വരയ്ക്കും. അപ്പോൾ ഞാൻ ആദ്യം ഒരു റെഡിഷ് ഫ്ലവറായിരുന്നു ഉദ്ദേശിച്ചത്. അത് വരച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും പിങ്ക് ആണല്ലോ, അപ്പോൾ ആ ഒരു പിങ്ക് ഫ്ലവേഴ്സിന് വീണ്ടും ഒരു എടുപ്പ് വരില്ല എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി ഞാൻ യെല്ലോ അടിച്ചു. അപ്പോൾ യെല്ലോ അതിൻ്റെ ഇടയ്ക്കൂടെ കൊടുത്ത് നോക്കിയപ്പോൾ അതൊരു ഭംഗിയായിട്ട് തോന്നി, റെഡും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ബാക്കി മറ്റേ ബ്രാഞ്ചിലും കൂടെ ഞാൻ അങ്ങനെ തന്നെ കൊടുത്തു. യെല്ലോ കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടി വീണ്ടും റെഡ് ജസ്റ്റ് ഇങ്ങനെ ഇതളുകൾ പോലെ കൊടുത്തു. റാൻഡംലി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കുന്നു.
ഇനി ജസ്റ്റ് ആ വഴിയിലും ഒക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് പൂക്കൾ വീഴുമല്ലോ, അങ്ങനെ വീണ് കിടക്കുന്നതായിട്ട് ജസ്റ്റ് ഇങ്ങനെ കിടക്കുന്നത്. അതെൻ്റെ എല്ലാത്തിലും ഉള്ളൊരു മാസ്റ്റർ പീസാണ്. ഏത് വരച്ചാലും എനിക്കിങ്ങനെ മരം വരച്ചിട്ടുണ്ട്, എനിക്കതിൻ്റെ താഴെ ഇങ്ങനെ കുറേ വീണ് കിടക്കണം ഇലകളും പൂക്കളും ഒക്കെ. അപ്പോൾ ഇതാട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.